രചന ഗംഗോത്രി. ഭാഗം 95. അതൊക്കെ പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില മരുന്നുകളാണ്. അന്ന് ചില പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതാ. പിന്നീട് ആ മരുന്ന് മറ്റാർക്കും നൽകിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, വൈദ്യർക്ക് പ്രായമായി. ഞാൻ നമ്മുടെ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞപ്പോഴാണ് വൈദ്യർ ഇതുണ്ടാക്കാമെന്ന് സമ്മതിച്ചത്. അതിൻ്റെ കൂട്ട് വൈദ്യർക്ക് മാത്രമേ അറിയൂ. മറ്റാരോടും അദ്ദേഹം അത് പറഞ്ഞു കൊടുക്കില്ല, മക്കളോട് പോലും. അദ്ദേഹത്തിൻ്റെ കാലത്തോടെ അത് അവസാനിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. പണ്ട് അവിടെ ഒരു ആദിവാസി കോളനി ഉണ്ടായിരുന്നു. അവരുടെ ആചാരങ്ങൾ വളരെ പ്രത്യേകതയുള്ളതാണ്. ആ സമയത്ത് അതിൻ്റെ മൂപ്പനായിരുന്നയാൾ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അപ്പോൾ തന്നെ അവരെ കൊന്നുകളയുമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിലും അവർക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്തും ആരെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യും. അത്ര കഠിനമായ തെറ്റുകൾ ചെയ്യുന്നവരെ മാത്രമേ അങ്ങനെ ശിക്ഷിച്ചിരുന്നുള്ളൂ. ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുന്നവർക്ക് വേറെ ശിക്ഷകളാണ് കൊടുക്കുക. ആദിവാസികൾ എന്തെങ്കിലും അസുഖം വരുമ്പോൾ അവിടെ കാട്ടിൽ തന്നെയുള്ള മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ വൈദ്യൻ മരുന്നുകൾ ശേഖരിക്കാൻ കാട്ടിൽ പോകാറുണ്ട്. പക്ഷേ ചില മരുന്നുകൾ ആദിവാസികൾക്ക് മാത്രമേ അറിയൂ. അത് വൈദ്യർ പോലും കണ്ടിട്ടില്ല. ആ സമയത്താണ് വൈദ്യർ മൂപ്പനുമായി പരിചയമായത്. അവരാരും നാട്ടിലുള്ള മനുഷ്യരുമായി സംസാരിക്കില്ല. അവരുടെ വസ്ത്രധാരണവും ജീവിതശൈലിയും വളരെ വ്യത്യസ്തമാണ്. ആ മൂപ്പനൊരു മകളുണ്ടായിരുന്നു. അവളെ കാണാൻ വളരെ സുന്ദരിയാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു ഫോട്ടോഗ്രാഫർ കാട്ടിൽ ചെന്നു. അയാളുടെ ക്യാമറയിൽ അവളുടെ ചിത്രങ്ങൾ പകർത്തി. കാട്ടിലൂടെ നടന്നപ്പോഴാണ് അയാൾ അവളെ കണ്ടത്. ആദ്യം അയാളെ കണ്ടപ്പോൾ അവൾ പേടിച്ചോടി. പിന്നീട് പല പ്രാവശ്യം അവൾ അയാളെ കാണാൻ തുടങ്ങി. ഒരു ദിവസം അവളുടെ ഫോട്ടോകൾ അയാൾ അവളെ കാണിച്ചു. അതുവരെ അവൾ അവളുടെ മുഖം കണ്ടിരുന്നില്ല. അവളുടെ കൂടെ ഉണ്ടായിരുന്നവർ അത് അവളാണെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ അവൾ അത് വിശ്വസിച്ചു. പിന്നെ അവളുടെ ഫോട്ടോ എടുത്തു കൊടുത്ത അവനോട് അവൾക്ക് വല്ലാത്ത ആരാധന തോന്നി. രണ്ടുപേരും പതിയെ സംസാരിക്കാൻ തുടങ്ങി. അവളുടെ കൂടെ ഉണ്ടായിരുന്നവർ അവൾക്ക് കാവലിരുന്നു. അവരുടെ ബന്ധം പലതിലേക്കും വഴിമാറി. ഒരു ദിവസം അയാളെ കാണാതായി. അവൾ വിഷമത്തോടെ കാട്ടിലെല്ലാം തേടി നടന്നു. ഒരു ഭ്രാന്തിയെപ്പോലെ ഉറക്കെ നിലവിളിച്ചു. അവൻ എവിടെ നിന്ന് വന്നു എന്നോ എവിടേക്ക് പോയെന്നോ അവൾക്കറിയില്ല. ഒടുവിൽ ഊണും ഉറക്കവും ഇല്ലാതെ കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മകളെക്കുറിച്ച് മൂപ്പൻ അറിഞ്ഞു. തൻ്റെ മകളുടെ അവസ്ഥയിൽ അയാൾക്ക് വളരെ സങ്കടം തോന്നി. മൂപ്പൻ മകളോട് കാര്യം അന്വേഷിച്ചു. അവളുടെ കൂടെ ഉണ്ടായിരുന്നവർ അവരവരുടെ കുടിയിൽ ആ സംഭവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അവർ പരസ്പരം ഓരോന്ന് പറഞ്ഞ് പിറുപിറുക്കാൻ തുടങ്ങി. കാരണം അവിടെ ആരെങ്കിലും കുറ്റം ചെയ്താൽ അപ്പോൾ തന്നെ മരണശിക്ഷ വിധിക്കും. അപ്പോൾ മൂപ്പൻ്റെ മകൾ അതുപോലെ ഒരു കുറ്റം ചെയ്താൽ? അവരുടെ ഈ സംസാരം മൂപ്പൻ്റെ കാതിലുമെത്തി. ആ സമയത്താണ് മകൾ തലകറങ്ങി വീഴുന്നത്. മകൾ ഗർഭിണിയാണെന്ന് മൂപ്പനും മനസ്സിലായി. മൂപ്പൻ അവളെ വധശിക്ഷയ്ക്ക് വിധിച്ചു. തൻ്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു. തൻ്റെ മരണം അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വേണമെന്ന് അവൾ അപേക്ഷിച്ചു. അതെല്ലാവർക്കും സമ്മതമായിരുന്നു. തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാനുള്ള കാലാവധി കൊടുക്കണമെന്ന് അവൾ എല്ലാവരോടും കെഞ്ചി. ആ അപേക്ഷ മൂപ്പൻ ആദിവാസി കൂട്ടങ്ങൾക്ക് വിട്ടു. അപേക്ഷ സ്വീകരിക്കുന്നവരും സ്വീകരിക്കാത്തവരും രണ്ട് കൂട്ടമായി തിരിഞ്ഞു. അപേക്ഷ സ്വീകരിച്ചവരായിരുന്നു കൂടുതൽ. അങ്ങനെ അവളെ തടങ്കലിൽ പാർപ്പിച്ചു. അവളുടെ അമ്മയോട് കുഞ്ഞിനെ നോക്കണമെന്ന് അവൾ പറഞ്ഞു. അവർ അതിന് സമ്മതിച്ചു. അങ്ങനെ 9 മാസങ്ങൾ കടന്നുപോയി. അവളുടെ പ്രസവ സമയത്ത് അവൾ വൈദ്യരെ വിളിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ വൈദ്യർ അവിടേക്ക് ചെന്നു. ആ സമയം അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചിരുന്നു. കുഞ്ഞിനെ കണ്ടപ്പോൾ അവൾക്ക് കുഞ്ഞിൻ്റെ കൂടെ 2-3 ദിവസം താമസിക്കാൻ ആഗ്രഹം തോന്നി. അവൾ വൈദ്യരോട് തനിക്ക് മരിക്കാനുള്ള ഒരു മരുന്നുണ്ടാക്കി കൊടുക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ആ മരുന്ന് കഴിച്ച് 3 ദിവസം കഴിഞ്ഞ് മാത്രമേ താൻ മരിക്കാവൂ. എന്നാൽ താൻ ഉടനെ മരിക്കുമെന്ന് അവിടെയുള്ളവരെ ബോധ്യപ്പെടുത്തുകയും വേണം. അവിടെ ആദിവാസികൾക്ക് മാത്രം അറിയാവുന്ന കാട്ടിലെ ഔഷധ മരുന്നുകൾ ഉണ്ടായിരുന്നു. അത് നാട്ടിലുള്ളവർക്ക് പറിക്കാൻ സാധിക്കില്ല. അവൾ ആ മരുന്നുകൾ വൈദ്യർക്ക് കൊടുക്കാമെന്ന് സമ്മതിച്ചു. അങ്ങനെയാണ് വൈദ്യർ അവൾക്ക് വേണ്ടി ആ മരുന്നുണ്ടാക്കുന്നത്. അവളുടെ കുഞ്ഞിനെ 2-3 ദിവസം കാണാനായി അവൾ ആ വേദനയൊക്കെ സഹിച്ചു. അവളുടെ ദേഹത്ത് കുരുക്കൾ വന്നു. അത് പൊട്ടി ഒലിക്കുമ്പോഴും അവൾ കുഞ്ഞിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഒരു പാട്ട് പാടുമായിരുന്നു. ആ 3 ദിവസവും കുഞ്ഞരികിൽ വരുമ്പോൾ അവൾ ആ പാട്ട് പാടും. അത് കേൾക്കുമ്പോൾ മൂപ്പനും അവളുടെ അമ്മയും കരയും. അവളുടെ അമ്മയായിരുന്നു കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കുന്നത്.
അമ്മ നന്നായി കുഞ്ഞിനെ നോക്കുമോ എന്നും അവൾക്കറിയണമായിരുന്നു. ഒടുവിൽ 3-ാമത്തെ ദിവസം അവൾ മരിച്ചു. അവൾ മരിച്ചതിന് ശേഷവും ആ പാട്ട് പലരും കേട്ടിട്ടുണ്ട്. അതിനുശേഷം വൈദ്യനുണ്ടാക്കുന്ന മരുന്ന് ഒരു കൊടും കുറ്റവാളിക്ക് വേണ്ടിയായിരുന്നു. പിന്നീട് ഇപ്പോഴാണ് ആ മരുന്നുണ്ടാക്കുന്നത്. ആ മരുന്നിൻ്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ലാബിൽ വിട്ട് പരിശോധിക്കാമായിരുന്നു, ഗംഗ പറഞ്ഞു. അത് നടക്കില്ല മോളെ. കൃത്യ അളവിൽ മാത്രമേ അദ്ദേഹം അതുണ്ടാക്കിയുള്ളൂ. തന്നെയുമല്ല, രണ്ടുപേർ ഒരേ രീതിയിൽ മരിച്ചാൽ സംശയമുണ്ടാവും. ആദിവാസി പെൺകുട്ടിയുടെ കാര്യം എന്നെപ്പോലെയുള്ള പഴയ ചില ആളുകൾക്ക് മാത്രമേ അറിയൂ. രണ്ടാമത് ആ കുറ്റവാളി, അത് ചെയ്തത് ഒരു പോലീസുകാരനാണ്. അതും അധികം ആർക്കും അറിയില്ല, സുമലത മുത്തശ്ശി പറഞ്ഞു. അപ്പോഴാണ് കത്രീന അങ്ങോട്ട് വന്നത്. അംബികയ്ക്കുള്ളതും ഞങ്ങൾ കരുതിയിട്ടുണ്ട്. അവളുടെ അന്ത്യവും ഞങ്ങൾ തന്നെ നടപ്പിലാക്കും, ഒരു കുഞ്ഞു പോലും അറിയാതെ. അതിനുള്ള മറ്റൊരു മരുന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിനുവേണ്ടി അവളെ നമുക്ക് ഇവിടെ കിട്ടണം, ഈ വീട്ടിൽ. പറ്റുമോ നിനക്ക്? അവളെ നമുക്ക് സംശയമുണ്ടെന്ന് തോന്നുകയേ അരുത്. അവൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് അങ്ങോട്ട് ആളെ വിടണം. കല്യാണത്തിൻ്റെ തിരക്കായതുകൊണ്ട് ഇവിടെ നല്ല ജോലിയുണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഇത്രയും ദിവസം അവധിയെടുത്ത് പോകാൻ പറ്റില്ല എന്നും പറയണം. അതിനെന്താ അച്ചമ്മേ, 2 മണിക്കൂറിനുള്ളിൽ ഞാൻ അവരെ ഇവിടെ എത്തിക്കാം. ഇതിനോടകം തമ്പിയുടെ ആളുകൾ അവരെ കണ്ടെത്തി കഴിഞ്ഞു. അവർ ഉറപ്പായും വരും. വരാതെ എവിടെ പോകാൻ, ചിരിയോടെ അവൾ പറഞ്ഞു. കത്രീന അവിടെയുള്ള ജോലിക്കാരെ എല്ലാം വിളിച്ച് എല്ലാവരോടും കല്യാണം പ്രമാണിച്ച് 2 ദിവസം അവധിയെടുത്തോളാൻ പറഞ്ഞു. കല്യാണം കഴിയുന്നതുവരെ എല്ലാവരും ഗംഗോത്രിയിൽ താമസിക്കാനും തീരുമാനമായി. കത്രീനയും സുമലതയും പാർവതി അമ്മയും കൂടി ഒരു മുറിയിലേക്ക് കയറി. അവരെന്തൊക്കെയോ കാര്യങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. ഗംഗയും കാർത്തിയും കൂടി മുറിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. അവളുടെ PA ആയിരുന്ന ഫ്രെഡി ആയിരുന്നു അത്. അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയുന്നത് കാർത്തി ശ്രദ്ധിച്ചു. അവളെ ചിരിപ്പിക്കാൻ മാത്രം എന്താണ് ഇവൻ പറയുന്നത്? കാർത്തി അല്പം കുശുമ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. അവൾ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉറ്റുനോക്കിയിരുന്ന കാർത്തിയെ അവൾ അത്ഭുതത്തോടെ നോക്കി. ഇതെന്താ, എന്നെ കാർത്തിയേട്ടൻ ആദ്യമായിട്ട് കാണുക? നീ എന്തിനാ അവൻ വിളിച്ചപ്പോൾ ഇത്രയ്ക്ക് ചിരിച്ചത്? അതിന് ഞാനെപ്പോഴാ ചിരിച്ചത്? സത്യത്തിൽ അവൾ പോലും അറിയാതെ അവൻ പറഞ്ഞ വാർത്ത കേട്ടപ്പോൾ അവളിൽ ഒരു പുഞ്ചിരി വന്നതാണ്. മോഹനനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നതായിരുന്നു അവൻ പറഞ്ഞ വാർത്ത. അത്രയും വേഗം അയാളെ അവളുടെ താവളത്തിൽ കിട്ടുമെന്ന് അവൾ വിചാരിച്ചിരുന്നില്ല. അതിൻ്റെ സന്തോഷത്തിലാണ് അവൾ പുഞ്ചിരിച്ചത്. തുടരും.